ദൈവജനവുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ചർച്ച് ഗ്രോത്തിനെ കുറിച്ചാണ്. ചർച്ച് ഗ്രോത്ത്, സഭാ വളർച്ച. സഭ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കേവലം എന്തെങ്കിലും ഒരു കെട്ടിടമല്ല. സഭ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ശിരസ് ക്രിസ്തുവാണ്. അപ്പോൾ ശിരസാകുന്ന ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. തലയുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടാൽ പിന്നെ ശരീരത്തിന് ഒരു ജീവനുമില്ല. അപ്പോൾ ശിരസിന്, ക്രിസ്തുവിന് സഭയിൽ ഒന്നാം സ്ഥാനം കൊടുക്കണം. ക്രിസ്തുവുമായി ബന്ധപ്പെട്ട് സഭ നിൽക്കണം. അങ്ങനെ പോകുമ്പോഴാണ് സഭയിൽ ഉണർവുണ്ടാകുന്നത്, സഭയ്ക്ക് വളർച്ച ഉണ്ടാകുന്നത്. സഭ വളരണമെങ്കിൽ നാം എന്തു ചെയ്യണം? ചർച്ച് ഗ്രോത്ത്, വളർച്ച, GROWTH. ഇത്രയും അക്ഷരങ്ങളുള്ള ഒരു വാക്കാണ് ഗ്രോത്ത്. ഓരോ അക്ഷരത്തിനും വളരെ ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. ഇന്ന് നമ്മളിവിടെ ചിന്തിക്കുവാൻ പോകുന്ന ആ കാര്യങ്ങൾ ഞാനും നിങ്ങളും, സഭയിൽപ്പെട്ട എല്ലാ അംഗങ്ങളും ആത്മാർത്ഥമായി നിർവഹിക്കാൻ ശ്രമിച്ചാൽ സഭ വളരാൻ തുടങ്ങും. ഈ സഭ ആരംഭിക്കുമ്പോൾ, ഞങ്ങൾ വീണ്ടും വന്ന് ആരംഭിക്കുമ്പോൾ 0 ഇവിടുത്തെ അംഗസംഖ്യ. ഇത്രയും ആളുകൾ കുറവാണെങ്കിലും വന്നു കൂടിയതിൻ്റെ പിന്നിൽ നാം കർത്താവിൻ്റെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യേണ്ടത്, നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ടത് ചെയ്തപ്പോഴാണ് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയത്. അങ്ങനെയെങ്കിൽ നമ്മുടെ സഭ വളരണമെങ്കിൽ, പുതിയ കുടുംബങ്ങളെ ചേർത്ത് സഭ പണിയപ്പെടണമെങ്കിൽ, പുതിയ ആത്മാക്കൾ വരണമെങ്കിൽ, പുതിയ സ്നാനങ്ങൾ നടക്കണമെങ്കിൽ നാം എന്തു ചെയ്യണം? ദൈവമക്കൾ എന്ന നിലയിൽ നാം എന്തു ചെയ്യണം? അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഗ്രോത്തിലെ ആദ്യത്തെ അക്ഷരമാണെന്ത്? G. ചില വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19ഉം 20ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. G എന്ന അക്ഷരം കാണിക്കുന്നത്, ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയ അന്തിമമായ ചില കൽപ്പനകളാണിത്. അവിടെ പറയുന്നു, ഗോ ആൻഡ് മേക്ക് ഡിസൈപ്പിൾസ്. സഭ വളരണമെങ്കിൽ സഭയിലുള്ള അംഗങ്ങൾ എന്ത് ചെയ്യണം? പോകുവാൻ തയ്യാറാകണം. ഗോ ആൻഡ് മേക്ക് ഡിസൈപ്പിൾസ്. നമുക്ക് സഭ വളരാൻ വേണ്ടി അമേരിക്കയിലേക്ക് പോകാൻ പറ്റുമോ? ആഫ്രിക്കയിലേക്ക് പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് പോകാൻ പറ്റുമോ? പോകാൻ പറ്റും. കഴിവും പണവും സാഹചര്യമുള്ളവന് എവിടെയും പോകാം. എവിടെയും പോകാനാണ് ഇവിടെ ഗോ എന്ന വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്ക് ദൂരോട്ടൊന്നും പോകാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് തൊട്ടരികിലുള്ള പല സ്ഥലങ്ങളിലേക്കും പോകാൻ പറ്റും. ഒന്ന്, നമ്മുടെ അയൽപക്കങ്ങളിലുള്ള വീടുകളിലേക്ക് പോകാൻ പറ്റും. സുവിശേഷവുമായി, ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായിട്ട്
അയൽപക്കത്തുള്ള നാട്ടിലുള്ള നമ്മുടെ സ്നേഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ വീടുകളിലേക്ക് ഒരു ട്രാക്ടർ എടുത്ത് നമുക്ക് പോകാൻ പറ്റും. നമ്മളൊരു സ്ഥലത്ത് താമസിച്ചു, അവിടെയുള്ള ആളുകളുമായിട്ട് നല്ല സൗഹാർദ്ദത്തിലായി, നല്ല സ്നേഹബന്ധത്തിലായി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും നമ്മൾ അറിഞ്ഞ ക്രിസ്തുവിനെ അവർക്ക് നാം കൊടുത്തില്ലെങ്കിൽ, യേശുവിനെ കുറിച്ച് അവരോട് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആ സ്നേഹബന്ധം കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് സ്നേഹബന്ധം നമ്മൾ സ്ഥാപിക്കണം, നിലനിർത്തണം. പക്ഷേ അതിൻ്റെ അന്തിമമായ ഉദ്ദേശം എന്താണെന്നറിയാമോ? യേശുവിനെ ചിലർ അറിയണം, ചിലർ രക്ഷിക്കപ്പെടണം, ചിലർ മാനസാന്തരപ്പെടണം, സ്നാനപ്പെടണം, നമ്മുടെ കൂട്ടായ്മയിലേക്ക് വരണം. അതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അതുകൊണ്ട് നമ്മുടെ അയൽപക്കങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റും. നമ്മുടെ അയൽപക്കങ്ങളിലേക്ക് പോകുന്നതിന് പൈസ മുടക്കുണ്ടോ? പണം മുടക്കുണ്ടോ? ഒരു പൈസയുടെയും ആവശ്യമില്ല. തൊട്ട അടുത്തുള്ള നാട്ടിലുള്ള സ്നേഹിതരുടെ അടുക്കൽ, അയൽപക്കക്കാരുടെ അടുക്കൽ യേശുവിൻ്റെ സുവിശേഷവുമായിട്ട് ട്രാക്റ്റും എടുത്തുകൊണ്ട് നമ്മൾ പോകാൻ തയ്യാറാകണം. നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുക്കൽ നമുക്ക് പോകാം, നമ്മുടെ സഹപാഠികളോ അടുക്കൽ പോകാം. സന്ദർഭവും സാഹചര്യം കിട്ടുമ്പോൾ നമ്മെ രക്ഷിച്ച യേശുവിനെ കുറിച്ച് നമ്മളെ കേൾക്കാൻ തയ്യാറാകുന്ന നമ്മുടെ സഹപാഠികളോട് സ്നേഹത്തോടെ യേശുവിനെ കുറിച്ച് 2 വാക്ക് പറയാൻ നമ്മൾ പരിശ്രമിക്കണം. നമ്മുടെ ബന്ധുക്കളുടെ അരികിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ ബന്ധുക്കളും നമ്മുടെ രക്തബന്ധങ്ങളും നമ്മുടെ ചാർച്ചക്കാരുടെ അടുക്കൽ പോകുന്ന അവര് ഓടിക്കും നമ്മള്? ഇല്ല, അവിടെ നമ്മൾ പോകണം. പല ആവശ്യങ്ങൾ വരും. ആ ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ അവരരികിൽ പോയി യേശുവിൻ്റെ സുവിശേഷം നമ്മൾ പങ്കുവയ്ക്കണം. അതിനുള്ള സന്ദർഭം ദൈവം ഒരുക്കി തരുമെന്ന്. അത് നമ്മൾ തക്ക സമയത്ത് ഉപയോഗിക്കണം. എൻ്റെ കർത്താവിൻ്റെ സഭ വളരണം. ഞാൻ അറിഞ്ഞതുപോലെ ചിലർ കർത്താവിനെ അറിയണം. ഞാൻ സുവിശേഷം പറയാൻ പോകും. ചിലരുടെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം പോകും. ആ കേൾക്കുന്ന ആളുകൾ അല്പം താല്പര്യത്തോടെ വചനമൊക്കെ കേട്ടു, പിന്നെ തിരിഞ്ഞു നോക്കില്ല. വേണമെങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ടോട്ടെ, വേണമെങ്കിൽ അവൻ സത്യം പറഞ്ഞോട്ടെ. അങ്ങനെയല്ല, വീണ്ടും വീണ്ടും കാണണം. ക്രിസ്തുവിന്റെ സഭ വളരണമെങ്കിൽ എന്ത് ചെയ്യണം? ഗോ ആൻഡ് മേക്ക് ഡിസൈപ്പിൾസ്. പോകുക, ശിഷ്യന്മാരെ വാർത്തെടുക്കുക. അപ്പോൾ സഭ വളരാൻ തുടങ്ങും. നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും സഭയിൽ വരും. കിഴക്കു നിന്നും പടിഞ്ഞാറു നിന്നും വടക്കു നിന്നും തെക്കു നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത കുടുംബങ്ങൾ, വ്യക്തികൾ ഇവര് സഭയിൽ വന്നോ എന്ന് ചിന്തിച്ചു പോകുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന അത്ഭുതകരമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആകയാൽ പോകാൻ തയ്യാറാകണം, പോകാൻ തയ്യാറാകണം. ദൂരോട്ടൊന്നും പോകാൻ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, തൊട്ടരികിൽ നമുക്ക് പോകാൻ കഴിയുമാറാകട്ടെ.